മാച്ചു പിക്ചറിലേക്ക് സ്വാഗതം. പിന്നെ സ്വർണം കിട്ടുക സാറിന് ഇപ്പൊ സ്വർണത്തിന് നിനക്ക് കമ്മീഷൻ തരാം, നീ സ്വർണത്തിന് ആൾക്കാരെ കണക്ട് ചെയ്തതൊക്കെ പറഞ്ഞു. നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവരെ കണ്ടന്റ് ചെയ്യാൻ പോണത് അല്ലേ. ആ ഒരു ആൻസറിന് നമ്മൾ വെയിറ്റ് ചെയ്യണല്ലേ. നല്ല കിതപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയാലേ നമ്മൾ സ്പീഡിൽ ഇപ്പോൾ നടക്കും വേണം, സംസാരിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കുസ്കോ എന്ന പട്ടണത്തിലേക്ക് എത്തിയിരിക്കുക. പെറുവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മാച്ചു പിച്ച് പോകുമ്പോൾ വന്നിറങ്ങേണ്ട മെയിൻ ഒരു പട്ടണമാണ് കുസ്കോ. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ അച്ഛനും കൂട്ടിയിട്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡ് വരാൻ കഥപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി അച്ഛനും കൂട്ടി ഡോണും ഞാനും അച്ഛനും കൂട്ടിയിട്ട് കുസ്കോയിൽ വന്നു. ഇന്ന് രാവിലെ നമ്മുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ ആദ്യത്തെ മാച്ചിപ്പിച്ച് യാത്ര സാധീകരിക്കണം. നമസ്കാരം. നമ്മള് ഭയങ്കര എൻജോയ്മെന്റിലാണ്. നമ്മളിപ്പോ കുസ്കോയിലുണ്ട്. ഈ സാന്റോ പറഞ്ഞ നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ്, നമുക്ക് ശ്വാസത്തിന് പ്രശ്നം ഇവിടെ വന്ന വഴിക്ക് കിട്ടിയിട്ട് ചെറുതായിട്ട്. നമ്മളിപ്പോ ആദ്യം ഗ്രീൻ ബുക്കിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു ട്രൈ നടത്തുകയാണ് നമ്മള് അച്ഛന്മാരെ വെച്ചിട്ട്. അതെ, അപ്പൊ 3 അച്ഛന്മാരെ നമ്മള് ബലിയാടാക്കിയിട്ടുണ്ട് പോയിട്ട് ബലിയാടാക്കിയിട്ടുണ്ട്. അപ്പൊ രാവിലെ തന്നെ അവർ മാച്ചിപ്പിച്ച് കാണാൻ പോയി. നമ്മൾ ഇന്ന് ജസ്റ്റ് തുടക്കം അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ വന്നു. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാണ്ട്. ഒപ്പം തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൻ്റെ മാച്ചിപ്പിച്ചു ആമസോൺ യാത്രകളെ പരിചയപ്പെടുത്താനും കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ബുക്കിന്റെ ഭാഗമായിട്ട് പെറു എഡിഷൻ വരെയാണ്. കമ്മിങ് സൂൺ. എല്ലാവരും കൂടി ഉണ്ടാവാം. അതെ, അപ്പോൾ സ്കൂളൊക്കെ വിട്ടിട്ട് പിള്ളേർ പോകണം കേട്ടോ. ഇന്ന് ഉച്ചവരെയുള്ള സ്കൂളിൽ നിന്ന് കൊണ്ടിട്ട് ഡാമിയും ചേച്ചില്ലാത്ത കുസ്കോയില്ല മാച്ചിപ്പിച്ചില്ല കേട്ടോ. ചിന്തിക്കാൻ പറ്റും. നമ്മളങ്ങനെ ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്തി. നമ്മുടെ കോസ്റ്റ്യൂം അന്തോന്റെ കോസ്റ്റ്യൂം കഴിഞ്ഞിട്ട് ആദ്യം റെഡ് കളിയിലേക്ക് പറയില്ല എന്തോ പവറാണ്. നമ്മള് മച്ചിപ്പിച്ചു സ്റ്റൈലിലാണ് നമ്മൾ നടത്തും. അതെ അതെ അതെ. അപ്പം നമുക്ക് എപ്പിസോഡ് തുടങ്ങുന്നത് ഭക്ഷണം കഴിച്ചിട്ടായാലോ. അപ്പോൾ നമ്മൾ കുസ്കോ പട്ടണത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ നിർമ്മിതികളും സംഭവങ്ങളൊക്കെ ഒരു ട്രഡീഷണൽ കീപ്പ് ചെയ്തിട്ടുള്ള നിർമ്മിതിയാണ്. എല്ലായിടത്തും നമ്മൾ വലിയ ബിൽഡിങ്ങുകളൊന്നും കാണാൻ പറ്റില്ല. എത്രയോ വർഷങ്ങൾ മുമ്പ് പഴക്കമുള്ള ബിൽഡിങ്ങിനെ പോലെ തന്നെ ഇപ്പോഴും പുതിയത് പണിയണമെങ്കിൽ അങ്ങനെ പറയണം. ഇത്രയും വർഷങ്ങളായിട്ടും ആ ഇങ്ക സംസ്ഥാനത്തിന്റെ ആ ഒരു കൾച്ചറല്ലേ. അതെ അതെ അതെ. ഇവിടെ ഏത് എത്ര ബിൽഡിംഗ് ആയിരുന്നാലും നിലനിർത്തി പോവാം. അതെ അതെ. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം, ഇങ്ക വാള് പോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കരിങ്കല്ലുകൊണ്ട് ഫുള്ള് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാ. ഇവിടുത്തെ കളർ കോഡ് തന്നെ ഒരു ഡിഫറൻസ് ആട്ടാ. ഈ കളർ കോഡ് എല്ലായിടത്തും ചിത്രങ്ങളും ഇങ്കകളെ പടങ്ങളൊക്കെ വരച്ചിട്ട് വേറെ റേഞ്ച് ആക്കി വെച്ചിട്ടുണ്ടാകും. പിന്നെ എവിടെ പോയാലും സ്പാനിഷ് നിർമ്മിതികളാണ്ട് നമുക്ക് കുസ്കോ പട്ടണം വിടാൻ പറ്റില്ല. 1400-കളിലും 500-കളിലൊക്കെ പണിത നിർമ്മിതികൾ നമ്മൾ കാണാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇങ്ങനെ ഒരു പള്ളിയിലകത്ത് നമുക്ക് താമസിച്ച് മാച്ചിപ്പിച്ച് കാണാൻ വേണ്ടി വന്നപ്പോൾ കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഇങ്ങനെ വന്നും പോയി നിൽക്കാറ്. ഒരു രക്ഷയില്ല. തിരക്കെന്ന് പറഞ്ഞാൽ അമ്മ തിരക്കില്ല. അപ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് കിരീടം വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ കുറവാക്കി വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ മേടിക്കട്ടോ. ആ കൾച്ചറിനെ തൊട്ടറിയാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. ആളുകൾക്ക് വരുമ്പോൾ നിൽക്കാം. അമ്മമ്മയൊക്കെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ടല്ലേ ഇല്ലേ. ഹലോ അമ്മമ്മ. ഇത് നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിയത് ഈ ഒരു മാർക്കറ്റിൽ നിന്നാണ്. എന്ത് വേണമെങ്കിൽ മേടിക്കട്ടെ. അതിൽ എന്നെ ആകർഷിച്ച സാധനം തരാന്നറിയോ, ഈ സാധനം ഉണ്ട്. അതുകൊണ്ടാ അൽപ്പാക്കയുടെ തൊഴിലുണ്ടാക്കിയത്. നമ്മൾ ഈ നോർത്ത് പോളും സംഭവങ്ങളൊക്കെ അടിക്കാൻ പോകുമ്പോൾ ആ സാധനം നമുക്ക് അത്യാവശ്യമാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മേടിക്കല. എന്തോ കൊണ്ടുനടക്കാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അടുത്ത യാത്രകൾക്ക് ഇതൊന്നും അൽപ്പാക്ക അൽപ്പാക്ക ഭയങ്കര ഒരു ഭംഗിയാണ്. നമുക്കൊന്ന് വെച്ച് നോക്കില്ല, നമ്മളൊന്ന് വെച്ച് നോക്കട്ടെ. അതിന്റെ അൽപ്പാക്കയുടെ ഭംഗി നിങ്ങൾക്ക് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാട്ടാ. സാന്റപ്പന്റെ ലുക്ക് മാറി ലെവല്. എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ നോർത്ത് പോളായിട്ട് ഒന്നുകൂടി നമ്മൾ അടുത്ത മാസം വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേടിക്കാം. അപ്പോൾ യാത്രയിൽ ഇത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പർച്ചേസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഗ്രീൻ ബുക്കിനോട് വരുമ്പോൾ നമ്മുടെ ചേച്ചി അല്ല നമ്മൾ രാവിലെ ചേച്ചിയിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിയടാ. അപ്പോൾ രാവിലെ വരുമ്പോൾ തുറക്കാനായിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ഫുള്ള് സ്ട്രക്ചറിൽ എന്ത് വേണമെങ്കിൽ മേടിക്കടാ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടുത്തെ ഒരു ഓൾഡിസ്റ്റ് കടയിലേക്ക് കയറിയിരിക്കുക കേട്ടോ. നമ്മൾ ഇവിടുത്തെ ഇങ്കകളെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുസ്കോയിൽ വരുമ്പോൾ ഫുഡും കൂടി ട്രൈ ചെയ്യണം കേട്ടോ. അവരുടെ ഒരു സ്പെഷ്യൽ ഫുഡും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അടിപൊളി ഒരു ആംബിയൻസിൽ നമ്മൾ ഫുഡ് അടിക്കാൻ പോകണം കേട്ടോ. ഒരു ഇങ്ക സ്റ്റൈലിൽ എന്തോ ഇങ്ക സ്റ്റൈലാണ് ഇപ്പോൾ. പിസ്കോ സ്റ്റൈൽ എന്ന് പറയും. പിസ്കോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്തോ
ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഹോട്ടലിലേക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കണ്ട. കുസ്കോ അങ്ങനെ നമ്മൾ ഇരുന്ന വഴിക്കുണ്ടല്ലോ, സ്വീറ്റാണ് എന്തോ ഇവിടുത്തെ കുസ്കോയിലെ ട്രഡീഷണൽ സ്വീറ്റാണ്. സ്വീറ്റ് നമ്മൾ സാധാരണ ഭക്ഷണം കഴിഞ്ഞിട്ടില്ല സ്വീറ്റ് വരാറ്. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ അവർ ആദ്യം നമുക്കൊന്ന് മധുരിപ്പിക്കും. മധുരിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിത് സൂപ്പ് എത്തി. നമ്മളിതുവരെ ഫുഡ് ഓർഡർ ചെയ്തില്ലേട്ടാ. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ സൂപ്പും മധുരം ഒരുമിച്ച് വന്നൂടാ. ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് വരുന്ന സാധനങ്ങളാണ്. നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ഇടാം. നമുക്ക് സൂപ്പ് അത് കഴിച്ചു തുടങ്ങാം. അവർ സംസാരിക്കട്ടെ, സ്പാനിഷ് ആയിരുന്നു മനസ്സിലാക്കട്ടെ നമുക്ക്. എന്നിട്ട് ഓർഡർ ചെയ്തേ ഇവിടുത്തെ പെറുവൻ ട്രഡീഷണൽ ഫുഡല്ലേ, ലോമ സൽത്താവോ ഈ മീറ്റ് വെച്ചിട്ടുള്ള. പിന്നെ ചുറാസ്കോ അൽഹൂ, അത് നമ്മുടെ റസിൻ്റെ ഒരു സൈഡിലുള്ള ഒരു ടൈപ്പ് കട്ടിങ് മീറ്റാണ്. അത് നമ്മുടെ ഇവിടുത്തെ ഗ്രേവി വെച്ചിട്ടുള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ബുക്ക് യാത്രകളിൽ നമുക്ക് ആഫ്രിക്കൻ യാത്രകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഫുഡ് എക്സ്പീരിയൻസും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ യാത്രയിൽ അത് അടക്കമുള്ള പാക്കേജാണ് നമ്മൾ കൂടുതലും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാലാണ് ആൾക്കാർ ഇന്നലെ മുതൽ നമ്മുടെ പാസഞ്ചേഴ്സിനെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫുഡ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നടന്ന് ഏത് നല്ല ഫുഡ് കിട്ടും, എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി, ഇവിടുത്തെ എന്ത് ഓപ്ഷനൊക്കെയാണ് ഉള്ളത്, എല്ലാം നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നമുക്ക് മാക്സിമം നല്ലൊരു ഫുഡ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു നേരം 2 നേരമൊക്കെ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ കഴിക്കില്ല. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ പെറുവിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ. എവിടെ പോയാലും ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും അവര് മത്സരമാണ്, അവരുടെ ടേസ്റ്റ് വേറെ കൊണ്ടുവരും. അവര് ഓരോരുത്തരും മത്സരമാണ്. നല്ല ഫുഡ് കൊടുക്കാനുള്ളതിൽ ടേസ്റ്റ് കൂട്ടിയുള്ള മത്സരമാണ്. അപ്പം എന്തായാലും നമുക്ക് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് അതിനൊരു പവർ പിടിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ഫുഡ് ഇവിടെ എത്തി. ഇത് ബീഫും റൈസും എന്നിട്ട് എന്തോ ഇതാണ് ലോമ സൽത്താവോ, ലാമ്പാണത്. അല്ല, ബീഫാണ്. റൈസ്, പിന്നെ പൊട്ടാറ്റോ ഫ്രൈ. ഇത് പെറുവിലെ ഒരു ട്രഡീഷണൽ ഫുഡ്. ഇതും ബീഫാണ്. ബീഫും പിന്നെ നമ്മുടെ ഒരു ഗ്രേവി സ്റ്റൈല്, നമുക്കൊരു ഇന്ത്യൻ സ്റ്റൈലിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഒരു ചെറിയൊരു കറി ടേസ്റ്റ്. പുളിയും മുളകില്ല അധികം, പക്ഷെ ഇവിടെ പെറുവിൻ ഫുഡ് അധികം സ്പൈസി ഉപയോഗിക്കത്തില്ല, ലൈറ്റായിട്ട് കഴിക്കാം. ഓക്കെ, അടിപൊളി. അപ്പോൾ നമുക്ക് പതുക്കെ സ്പൂൺ എടുത്ത് കഴിക്കാൻ മുമ്പ് നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ടല്ലോ, പതുക്കെ അങ്ങനെ വയ്ക്കുമായിരിക്കും കേട്ടോ. സ്വീറ്റ് ആട്ടത്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ക്ലാസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. നമുക്ക് അതിന് മുമ്പ് കുറച്ച് മീറ്റിങ്ങുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ അതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുസ്കോ പട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിമേന്ന് പെറുന്നൊക്കെ വന്ന് കാണുമ്പോൾ ഒരു വേറൊരു ഭംഗി തന്നെയല്ല കുസ്കോ. ഇവിടെയും വീടുകൾ തട്ടിൻ്റെ മുകളിൽ വീടുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ വീടുകൾ കാണുമ്പോഴും ഈ മലയുടെ ഒരു ഇത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ് നമുക്ക് തോന്നണം. ഭയങ്കര മലയ്ക്ക് തന്നെ ഒരു ഭംഗിയുണ്ട്. അതെ. അങ്ങനെ നമ്മൾ മെയിൻ പ്ലാസയിലേക്ക് അടുത്തോണ്ടിരിക്കണേ. അച്ഛന്മാരിപ്പം 4 മണിക്ക് എത്തുന്ന സമയമായി. അവരെ പിക്ക് ചെയ്യാൻ നമ്മള് ഹോട്ടലിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ നിൽക്കാം. പ്ലാസയിലേക്ക് വന്നിരിക്കട്ടോ. അച്ഛന്മാര് ഏകദേശം മാച്ചിപ്പിച്ച് കണ്ട് ഇറങ്ങുന്ന സമയമായി. ഇങ്ങോട്ട് തിരിച്ചെത്താറായി കേട്ടോ. നോക്കിയേ, ഇവിടുത്തെ മെയിൻ പ്ലാസിന് നമ്മൾ കാണട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? 1400 500 സ്പാനിഷ് അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ ആൾക്കാർ പണിതുണ്ടാക്കിയ പള്ളികളും നിർമ്മിതികളൊക്കെ നമുക്ക് കാണാം. ഒരുപാട് പ്രത്യേകതകളുള്ള കുസ്കോയ്ക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ക സംസ്കാരമാണ്, ഇങ്കയുടെ ഉത്ഭവം ശരിക്കും കുസ്കോ എന്നാണ് കേട്ടോ തുടങ്ങിയത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുസ്കോ എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ബുക്കിൻ്റെ പെറു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുസ്കോ എന്നാണ്. കുസ്കോ എന്ന് നമ്മൾ മാച്ചു പിച്ചിലേക്ക് യാത്ര തുടങ്ങുന്നത്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയിരുന്നേ. വണ്ടി എന്താ പറഞ്ഞു വെച്ചിട്ടാ പച്ചമാര് വണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ നടക്കാം. നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ്, അതെ, ആദ്യത്തെ ഗ്രീൻ ബുക്കിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. അത് ചെയ്തതിന്റെ അല്ലെങ്കിൽ അവരാ ഒരു വായന്ന് ഒരു നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യഗ്രതാന്ന് പറയില്ലേ, അതിനുവേണ്ടി ഞാൻ നടന്നുകൊണ്ടിരിക്കണം. ഫുൾ തിരക്കാട്ടാ. കുസ്കോ പട്ടണം ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരുന്ന് ഫുൾ പവർ ആക്കുന്നുണ്ടാ. അപ്പൊ നമുക്ക് ഇവിടെ കാണാം പണ്ടത്തെ ഇങ്ക വാരിയേഴ്സിന്റെ ഒക്കെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അടിപൊളി. ഈവനിങ് ലൈറ്റ് അടിപൊളിയായിട്ടാ, സൂപ്പറായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പാക്കേജിനെ പറ്റി പറയാം. നമ്മൾ ഗ്രീൻ ബുക്ക് പ്രോഗ്രാം ശരിക്കും ഞങ്ങൾ ഇവിടെ കുസ്കോയിൽ വന്നതിനും അല്ലെങ്കിൽ ഇത് ഈ ഒരു വീഡിയോ നമ്മൾ കുസ്കോയിൽ എടുത്ത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽസ് ഫാമിലി ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു ഓഫർ വയ്ക്കണം. വെറും $999 നിങ്ങളൊരു ഫാമിലി യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ $999 മുതൽ നമ്മൾ മാച്ച് പിച്ചു എന്നൊരു ലോകാത്ഭുതം കാണിക്കാമെന്ന് വിചാരിച്ചു. ഒപ്പം തന്നെ ആമസോണും. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ട്രാവലറാണ്, അതാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്.
നമുക്ക് ഒരുപാട് പൈസ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പല വഴിക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൗത്ത് അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക കേൾക്കുമ്പോൾ ഒരുപാട് പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യണം, ഈവൺ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിനൊരു പ്രതിവിധി നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്താലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഏത് കൺട്രിയിലുള്ളവരായിരുന്നാലും എവിടെ ജോലി ചെയ്യുന്നവരായിരുന്നാലും അവർക്ക് ഒരു വേൾഡ് വണ്ടർ കാണുന്നൊരു ഒരു അവസരം നമ്മൾ ഒരുക്കണം. ഇതിൽ ബിസിനസ് ഇല്ലായോ നമ്മളൊരു പുണ്യപ്രവർത്തനം ചെയ്യണമെന്നില്ല, ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ബിസിനസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അധികം നമ്മൾ വലിയ ഒരു പ്രോഫിറ്റ് ഒന്നും എടുക്കാണ്ട് നോർമൽ റേഞ്ചിൽ പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങളെ ലോങ് അടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കണത്. അപ്പോൾ അതിൽ നമ്മൾ ഇത് ഒരു ജസ്റ്റ് ബിഗിനിങ് മാത്രമേ നമ്മൾ ആഫ്രിക്ക കാണിച്ചു. ആഫ്രിക്കയിൽ നമ്മൾ ബഡ്ജറ്റ് ആയിട്ടുള്ള പാക്കേജുകൾ അനൗൺസ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ നിങ്ങളെ കംഫർട്ട് സോണിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും സെക്യൂരിറ്റി, സേഫ്റ്റി അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ സ്വല്പം പ്രീമിയം കാറ്റഗറിയിലേക്ക് നമുക്ക് മാറേണ്ട സമയം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പല സമയത്തും പല റേറ്റുകളായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പാക്കേജിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലി യാത്ര ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ $999 നിങ്ങൾക്ക് 2 വർഷത്തിനുള്ളിൽ യാത്ര ചെയ്താൽ മതി. ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഇതിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ ഓരോ സീസണിൽ വരുന്ന പ്രൈസ് ഹൈ ആവണതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു പാക്കേജ് എടുത്തിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ മാച്ചുപിച്ചിലേക്ക് വന്നാൽ മതി. ഇനിയിപ്പോൾ മാച്ചുപിച്ച് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിലേക്ക് വന്നാൽ മതി. ഇതിൻ്റെ ഫുൾ 4 ദിവസത്തെ പാക്കേജാണ് നമ്മൾ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. ഇതൊരു എപ്പിസോഡിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി അറിയണം. നിങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഗ്രീൻ ബുക്കിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് ഇത്രയ്ക്ക് നല്ലൊരു ഓഫർ വേറൊരുത്തിനും കിട്ടില്ല. ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഭാഗം തന്നെ. നമ്മൾ ബിസിനസ് ഇല്ല, ലാഭം ഇല്ലാണ്ട് ചെയ്യുന്ന ബിസിനസ് നമ്മൾ ഒരിക്കലും മറ്റേ വലിയ വീമ്പ് പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ജീവിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വരവിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ ടൂറായിട്ട് വന്നിട്ടുണ്ട്, ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ട്രാവൽസിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇപ്പൊ നമ്മളൊന്ന് വെച്ചാൽ ടൂർ ഓപ്പറേറ്റർ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ ഒരു ചുരുങ്ങിയ ഒരു ഈ പൈസക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രേക്ഷകർ ഇവിടെ കൊണ്ടുവരാം എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഏറ്റവും ചുരുങ്ങിയ ഒരു ഓഫർ വെച്ചിട്ട് ഈ ഒരു വേൾഡ് വണ്ടർ കൂടാതെ അതിന്റെ ചുറ്റിനുമുള്ള വേറെയും കുറെ വണ്ടേഴ്സ് ഇപ്പൊ നമ്മൾ ക്രൈസ്ലർ റെഡിമർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഇനി ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് ഇപ്പോൾ പറയണ 50 പേർക്ക് തന്നെ ഉള്ളൂ. പിന്നത്തെ റേറ്റുകളൊക്കെ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷേ ഈ ഒരു വലിയൊരു പ്രോഫിറ്റ് ഒന്നും എടുക്കാണ്ട് നോർമൽ പ്രോഫിറ്റ് റേഞ്ചിൽ നമ്മൾ $999 നമ്മൾ ഡോളർ റേറ്റിൽ നമ്മൾ പറയുന്നത്. നമ്മൾ അമേരിക്ക ബേസ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അമേരിക്കയിലും പെറുവിലും ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഡോളർ റേറ്റിലാണ് നമ്മൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ വേറൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 വർഷത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും ഡിസംബറിലോ നവംബറിലോ ജനുവരിയിലോ വെക്കേഷനിലോ ചില സമയം നമ്മൾ ഒരു സ്ഥലത്ത് ടൂറിന് പോകണമെങ്കിൽ വെക്കേഷൻ ടൈമിനാകുമ്പോൾ ഈ എപ്പോഴും ഈ സീസൺ ആകുമ്പോൾ വെക്കേഷൻ റൂമിന്റെ റേറ്റ് കൂടും, എല്ലാം എക്സ്പെൻസീവ് ആവും. ടൂറിൽ നമ്മൾ ഇപ്പം $1000 ചെയ്യുന്നത് ആ സമയമാകുമ്പോൾ 2000 ആവും. പക്ഷേ നമ്മൾ തരുന്ന ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം. അതാണ് ഓഫർ. ആ ഓഫർ ഒരിക്കലും ആരും കൊടുക്കാത്തൊരു ഓഫറിന് $999 മാച്ചിപ്പിച്ചു എന്നാൽ ഒരു വേൾഡ് വണ്ടർ കണ്ടുപോകാം. അതിൽ 3 ദിവസത്തെ താമസം, ഭക്ഷണം, എൻട്രി ഫീസ്, ബസ്സിന്റെ ചാർജ്, ട്രെയിനിന്റെ ചാർജ്, നമ്മൾ മാച്ചിപ്പിച്ച് കാണാനുള്ള ചാർജ് മാത്രമല്ല നമ്മൾ 4 ദിവസത്തെ ഫുൾ എക്സ്പീരിയൻസ് അതിൽ ഫുഡും കൂടി ഉണ്ട്. നമ്മൾ ഇന്ന് ഫുഡിന്റെ എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ പോയി കണ്ടു. ഫുഡും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇവിടുത്തെ തനത് രുചികൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നതാണ്. വേൾഡിലെ ഏറ്റവും 2024 വേൾഡിൽ നമ്പർ 1 ഫുഡായിട്ട് സെലക്ട് ചെയ്തത് പെറുവിലെ പോയത്. എല്ലാവരും അറിഞ്ഞായിരിക്കും. അപ്പൊ അത് നമ്മള് സാന്റോ വന്ന അന്ന് മുതൽ അതിന്റെ കാണിച്ചോണ്ടിരിക്കുക. ഞാൻ ഇന്ന് പെറുവിൽ വന്നിറങ്ങി വന്നത്. ഗ്രീൻ ബുക്കിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് നിങ്ങൾക്ക് ഒന്ന് രുചി ചെയ്ത് നോക്കണ്ടേ? അതെ. അപ്പൊ ഈ പാക്കേജ് എടുത്തിടാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ നമ്പറിൽ വിളിക്കുക. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് 1050 പേർക്ക് നമ്മൾ 999 പാക്കേജ് കൊടുക്കുന്നത്, ഫാമിലി പാക്കേജ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് ഡബിളും ത്രിബിളൊന്നല്ല, അതിന്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് 2 വർഷത്തിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും യാത്ര ചെയ്താൽ മതി. എടുത്തിടുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എപ്പോഴും ഏത് സമയത്ത് നിങ്ങൾക്ക് വരണമെന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫാമിലിക്കോ ഒരു ഫ്രണ്ടിനോ ഒരു വെഡിങ് ആനിവേഴ്സറിക്കോ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും നിങ്ങളുടെ പേരിലല്ല ആരുടെ പേരിൽ നിങ്ങൾ ഒരു 1.5 മാസം മുമ്പ് നമ്മളെ അറിയിച്ചാൽ മതി. നമ്മൾ എല്ലാം ഇവിടെ ഫുൾ സെറ്റപ്പിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. താഴെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം. നിങ്ങൾ മാച്ചിപ്പിച്ചു എന്നല്ല, ലോകത്തിലെ ഏത് വണ്ടേഴ്സിനും നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ആഫ്രിക്ക, അതുപോലെ മാച്ചിപ്പിച്ചു, ആമസോൺ, ഈ 3 റീജിയനിൽ നമ്മൾ ഫുൾ സ്ട്രെച്ചിൽ ചെയ്യുന്നത്. യൂറോപ്പും സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ യൂറോപ്പിൽ നമ്മൾ പാക്കേജ് അനൗൺസ് ചെയ്തപ്പോഴേ നമുക്കൊരു ബാഡായിട്ടൊരു അനുഭവം കിട്ടി. വേറെ ഒന്നുമല്ല,
യൂറോപ്പിൽ വരുന്ന ആൾക്കാർക്കൊക്കെ യൂറോപ്പിൽ ചാടി പോകണം, എങ്ങനെ ഞങ്ങൾക്ക് വിസ എടുത്ത് തരും അല്ലെങ്കിൽ എങ്ങനെ ചാടി പോകാന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാനോ ഒരു രീതിയിൽ നിങ്ങളെ മറ്റേ രീതിയിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ പോയി നമ്മൾ കുടുങ്ങും, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ വിസ എടുത്ത് തരുമോ ഞങ്ങൾക്ക് ചാടാനാണെന്ന് ദയവ് ചെയ്ത് പറയരുത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബേസിൽ ഞങ്ങൾ വിളിക്കരുത്. നമ്മൾ ഒരുപാട് സമയത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഇതൊക്കെ ഈ കോൾ അറ്റൻഡ് ചെയ്യണതും അല്ലെങ്കിൽ ഈ കോളിനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രയെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രം കോൺടാക്ട് ചെയ്യാം. ഈ ഉടായ്പ കാണിക്കുന്ന ആൾക്കാർ ഒരുപാട് നമ്മൾ വിളിക്കേണ്ടത്, അത് നമ്മളെ മാക്സിമം ഒഴിവാക്കി വിടാം. പിന്നെ സ്വർണം കിട്ടുമോ സാധനം, ഇപ്പോൾ സ്വർണ്ണത്തിന് നിങ്ങൾക്ക് കമ്മീഷൻ തരാം, നീ സ്വർണ്ണത്തിന് ആൾക്കാരെ കണക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മൾ നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവരെ കണ്ടന്റ് ചെയ്യാൻ പോണത് അല്ലേ. നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു വെറൈറ്റി ആയിട്ടുള്ള ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എന്നെങ്കിൽ വെറൈറ്റികൾ മാത്രം ഞാൻ ആലോചിച്ചത് അല്ലെങ്കിൽ തപ്പി പോകുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന ഈ ഗോൾഡ് മൈനുകളും എമറാൾഡും എല്ലാ സംഭവങ്ങളും ഇപ്പോൾ നമ്മൾ വീണ്ടും ഗോൾഡ് മൈൻ തപ്പി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ബിസിനസ്സിലായിട്ട് രീതി ചെയ്യണതോ അല്ലെങ്കിൽ ബിസിനസ് ഇതിൻ്റെ അപ്പുറത്തെ മറയിൽ വേറെ ബിസിനസ് ചെയ്യുന്ന പരിപാടികളൊന്നും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഗോൾഡ് വാങ്ങാനും പിടിക്കണം എന്നെ ദയവ് ചെയ്ത് വിളിക്കരുത്. യാത്രയെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ, നമുക്ക് ഒരുമിച്ച് നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഉള്ള ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് തരാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ 999 പാക്കേജിൽ കിടക്കാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ നമ്മളോട് ജോയിൻ ചെയ്യാം. എല്ലാ വർഷത്തിലും 3 തവണ നമ്മൾ 10 പേര് അടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ഈ പാക്കേജ് എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൈസിന് ആ സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റും. ട്രാവൽ വിത്ത് ട്രാവലിസ്റ്റ എന്ന കാറ്റഗറിയിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും അല്ലെ. ഈ 2 വർഷത്തെ നമ്മൾ തരുന്ന ഈ സുവർണ അവസരം ആദ്യത്തെ 50 പേർക്ക് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഇനിയിപ്പോ നമ്മള് ഇതിൽ പ്ലാൻ ചെയ്യുന്നത് ആമസോണും അതേപോലെ മാച്ചിപ്പിച്ചും ഇൻക്ലൂഡ് ചെയ്യണ 9 ദിവസം യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇതിന്റെ ഈ യാത്രയോട് ചേർന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ വേണമെങ്കിലും നമ്മൾ എല്ലാം കസ്റ്റമൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് സാൻഡപ്പാ 4 ദിവസം ഓക്കെ, 4 ദിവസം നിന്റെ പാക്കേജ്, ഇനി ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ഇന്നൊരു സാധനം കാണണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുന്നത് നമുക്ക് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. അതിപ്പോൾ ഇവിടെ നിന്ന് മാത്രമല്ല, ആഫ്രിക്ക ആണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലിനെ നമ്മൾ സിംബാബ്വെ സാംബിയ മാത്രമായിട്ട് 4 ദിവസം ഒരു പാക്കേജിന് വിട്ടിട്ടുണ്ട്. അടുത്ത മാസം ഒക്ടോബറിൽ 4 പേരടങ്ങുന്ന ബോട്സ്വാന സിംബാബ്വെ സാംബിയ എന്ന പാക്കേജ് കൊടുക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്ക മാത്രമായിട്ട് പാക്കേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യുന്ന പാക്കേജ് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ കൂടെ വരാൻ താല്പര്യമില്ല, ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻജോയ് ചെയ്യാം. സോളോ ആയിട്ട് ചെയ്യണമെങ്കിൽ സോളോ ആയിട്ട് ചെയ്യാം. എൻ്റെ കൂടെ ട്രാവൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പോണ ടെറൈനിൽ സേഫ്റ്റി സെക്യൂരിറ്റി അനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അതൊക്കെ നമ്മൾ വരും വഴികളിലൊക്കെ പറയാം. എന്തായാലും ഗ്രീൻ ബുക്ക് പ്രോഗ്രാം അങ്ങ് 7 കടലും താണ്ടി പെറുവിൽ വന്ന് ഒരു കമ്പനിയും തുടങ്ങി ഇവിടെ മാച്ചിപ്പിച്ച് പോകാനായിട്ട് കുസ്കോ എന്ന പട്ടണത്തിൽ ഈ ഒരു സ്ക്വയറിൽ വന്ന് നിൽക്കാനായിട്ടുള്ള കാരണം നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളല്ലാണ്ട് വേറെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ എല്ലാവർക്കും പെറുവിലേക്ക് ഹാപ്പി വെൽക്കം. അപ്പം എന്തായാലും അച്ഛന്മാർ വരാറായി, അച്ഛന്മാരെ നമുക്ക് പോയിട്ട് എടുക്കാം. അച്ഛന്മാരുടെ ട്രെയിൻ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ കൂടിയിട്ട് അവിടെ പോയിട്ട് അവരെ പിക്ക് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ അറിയാം. കുസ്കോ പട്ടണത്തെ ഞങ്ങൾ ഹെവി ആയിട്ട് എക്സ്പ്ലോർ ചെയ്തതിന് മുന്നേ നിങ്ങൾ കാണാത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടോളൂ. മാച്ചിപ്പിച്ച് എന്ന ലോകാത്ഭുതം കണ്ട വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഇനിയിപ്പോൾ ഗ്രീൻ ബുക്കും വേണ്ട, സാൻഡപ്പനും വേണ്ട, ആരും വേണ്ട, നിങ്ങൾ എവിടെയെങ്കിലും പോയി യാത്ര ചെയ്യുക. ഈ ജീവിതം നമ്മുടെ ആകെ ഒരു 10-60 വയസ്സിലൊരു ജീവിതമാണ്, 70 വയസ്സിലൊരു ജീവിതമാണ്. ഈ ജീവിതത്തിൽ നമ്മൾ കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാം. അതിൽ നമ്മളെ പോലത്തെ ആൾക്കാർ വരും. ഈ സന്തോഷേട്ടൻ, ഇപ്പോൾ സന്തോഷേട്ടനും ടൂറിൻ്റെ പരിപാടികൾ തുടങ്ങി സന്തോഷേട്ടൻ്റെ ആൾക്കാർ, അങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് 100 ആൾക്കാരുണ്ടാവും. ഇതൊന്നും ആരും അവരോട് പോകാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് എവിടേക്കെങ്കിലൊക്കെ യാത്ര ചെയ്യുക. ആസ് എ ട്രാവൽ ബ്ലോഗർ നൽകി എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യുക, പിടിക്കുക, പവറാക്കുക. എന്തോ അപ്പോൾ ഫുൾ പവർ. എന്തിനും എന്നിട്ട് തോന്നണം ഈ ട്രാവലിസ്റ്റയുടെ ഈ ഗ്രീൻ ബുക്കിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്തിപ്പോ നമ്മുടെ ഒരു പാർട്ണറാണല്ലോ, എന്തിട്ട് തോന്നണം ഗ്രീൻ ബുക്കിന്റെ ആ ഒരു ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരിൽ നിന്ന് വിചാരിക്കുന്നത് അവർ ഈ ലാറ്റിൻ അമേരിക്കയിലോ അതൊക്കെ ആഫ്രിക്കയിലൊക്കെ നമ്മൾ എങ്ങനെ പോകും, അവിടെ ഭീഷണികളുണ്ട്, പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്തയുണ്ട് നമ്മുടെ. പക്ഷേ നമ്മൾ ഇവിടെ നമ്മളൊരു സ്റ്റാൻഡ് ബൈ നമ്മളിവിടെ ഉണ്ട്, എന്ത് പറ്റിയാലും നമ്മളിവിടെ ആ ഒരു ഗ്യാരണ്ടി, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ പിന്നെ അതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തരുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ശരിക്കും നമ്മളൊരു ഗ്രീൻ ബുക്ക് എന്നുള്ളൊരു പ്രസ്ഥാനം തുടങ്ങിയത് കുശുമ്പായിട്ടാണോ കണ്ണുകടിയായിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ട്രാവൽ ചെയ്ത് നടന്നാൽ മതി, നീ ഇതിന് ബിസിനസ് തുടങ്ങണം, നീ എന്തിനെ കാശ് ഉണ്ടാക്കണം, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ളത് മതിയില്ലെന്ന് ചോദിച്ചു. നീ ട്രാവലും തുടങ്ങിയിട്ട് ചൂവാവില്ല, നീ ഒന്നും നേരെയാവും കൊടുക്കുന്ന കൂട്ടത്തിലല്ല. എന്തിനോ വെറുതെ തിന്നിട്ട് അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരുന്ന് നമ്മളെ കുറ്റം പറയാന്ന് പറയില്ലേ. അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് പേരിലുണ്ടാവുന്ന ആൾക്കാർക്ക് നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യണതും നമ്മളൊരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അത് തകർക്കാനും അല്ലെങ്കിൽ അത്
അത് കാര്യമില്ലാന്ന് അല്ലെങ്കിൽ അത് പൊട്ടയാന്ന് പറയാനായിട്ട് ആൾക്കാരൊക്കെ ഒരു വിഭാഗത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് സങ്കടം വരണം, അവരാലോചിക്കുമ്പോൾ സങ്കടം വരണം. എന്താ പറയാ, അവർക്ക് ഒരു പക്ഷെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അവർ നമ്മളെ നെഗറ്റീവ് പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യണതും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു സംരംഭം തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ഈ 197 രാജ്യങ്ങളിലും പോയി നിങ്ങളുടെ മുമ്പിലേക്ക് ആ വിഷ്വൽസ് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് നമുക്ക് യൂട്യൂബിൽ നിന്നുള്ളൊരു വരുമാനം കൊണ്ട് ഒരിക്കലും പ്രാക്ടിക്കലി ഇനിയുള്ളൊരു സെക്ഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ഒരു സമയം കഴിഞ്ഞ് ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം കോവിഡ് വന്നു, അപ്പോൾ നമ്മളെല്ലാവരും എസ്റ്റാബ്ലിഷ് ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഭാഷണം വന്നു, അതിൽ നമ്മൾ സ്വല്പം കൊണ്ട് കയറി വന്നു. അങ്ങനെ നമ്മുടെ വളർച്ച കണ്ടിന്യൂസ് പോകണമെങ്കിലും നമുക്ക് യൂട്യൂബ് വരുമാനം കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഴ്സ് കൊണ്ടോ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് ഫാമിലി സംഭവങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ നമുക്ക് അങ്ങനെ ഒരു വിഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇനിയൊരു പക്ഷേ അടുത്ത സ്റ്റെപ്പ് വയ്ക്കാനോ അടുത്ത രാജ്യങ്ങളിൽ സഞ്ചരിക്കാനോ, അപ്പോൾ നമ്മൾ കൊളംബിയ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് സുരിനാമ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വെനസ്വേല പ്ലാൻ ചെയ്യണം. ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടേക്ക് പോകണമെങ്കിൽ പൈസ വേണ്ട. നമുക്ക് അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയ സമയത്ത് നമ്മൾ എവിടേക്ക് രാജ്യങ്ങൾ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന $1000-2000 കൊണ്ട് ഒരിക്കലും പ്രാക്ടിക്കലി ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തണതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മുടെ കൂടി ഉണ്ടാവാം. പിന്നെ നമ്മൾ ഈ ഒരു ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മുടെ വ്യൂസ് കുറയേണ്ട സാധനം. ഇപ്പം നീ ഗ്രീൻ ബിസിനസ് ഇതിൽ കൊണ്ടുവരല്ല, നീ യാത്രകൾ മാത്രം ചെയ്യും. പക്ഷേ എൻ്റെ ബിസിനസ് എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ഈ ചാനലിലുള്ളത് വേറൊരുത്തിലുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിലല്ലാണ്ട് വേറൊരു സ്ഥലത്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ടന്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോകളൊക്കെ നമ്മൾ അത്യാവശ്യം കണ്ടന്റുകളും സംഭവങ്ങളും നമുക്ക് അത്രയ്ക്ക് എഫേർട്ട് എടുത്തുള്ള വീഡിയോസൊക്കെ നമ്മൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകളും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കും. നിങ്ങൾ ക്ഷമയോടുകൂടി കാണണം എന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളാണ് നമ്മളെ വളർത്തിയതും നമ്മളെ ഇത്രയ്ക്കും വലിയൊരു പൊട്ടൻഷ്യലായിട്ടുള്ള പരിപാടി ചെയ്യാനായിട്ടുള്ള മാനസിക സമ്മർദ്ദമൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ പ്രേക്ഷകരാണ്. അപ്പോൾ നിങ്ങളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതും, നിങ്ങളാണ് നമ്മളോട് യാത്ര ചെയ്യേണ്ടതും, നിങ്ങളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതും സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ എന്താ, നമ്മൾ യൂട്യൂബ് വരുമാനം വരുന്നു, അടുത്ത രാജ്യത്തേക്ക് പോകണം, യൂട്യൂബ് വരുമാനം അടുത്ത രാജ്യത്തേക്ക് പോകണം. നമ്മൾ ഡൽഹിക്ക് പോകണ പോലെയോ തായ്ലാൻഡ് പോകണ പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഈ GCC കൺട്രീസിൽ പോകണ പോലെയല്ല. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളും നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ചിലവുണ്ട്. നമുക്ക് ഒരുപാട് ആഡുകൾ ചെയ്യാനായിട്ട് വരാറുണ്ട്, നാട്ടിൽ നിന്ന് വരാറും. നമ്മളൊരു വർഷത്തിൽ ആകെ ഒരു മാസമൊക്കെയാണ് നാട്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വന്ന് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ആഡ് പ്രൊമോഷൻ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നമ്മളെ ഓൺ ബ്രാൻഡ് ആവാം, ബി ഓൺ എ ബോസ്. നമ്മളിപ്പോൾ ജിമ്മിച്ചൻ പറഞ്ഞ പോലെ ബി എ ബോസ് എന്നല്ല, നമ്മൾ തന്നെ ഒരു ബോസായി നമ്മളെൻ്റെ ബ്രാൻഡിനെ വളർത്തി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഗ്രീൻ ബുക്ക് ട്രാവലിസ്റ്റാർ ഒരു ഗ്രീൻ ബുക്ക് പ്രോഗ്രാം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ നെഗറ്റീവ് ആയിട്ട് പറയുന്ന ആൾക്കാരുടെ അടുത്ത് എന്തുകൊണ്ടെന്നിട്ട് പറയാളെ, നമ്മൾ ഈ സ്റ്റാൻഡപ്പിന്റെ കൂടെയുള്ള നമുക്ക് എക്സ്പീരിയൻസ് സ്റ്റാൻഡപ്പിന് അറിഞ്ഞതിൽ കൂടുതൽ നമുക്ക് എപ്പോഴും ഈ കമന്റ്സ് കാണാറുണ്ട്. പക്ഷേ ഈ 100% ചിലപ്പോൾ 10% നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഈ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് നമ്മുടെ ഈ 90% ആളുകൾക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. അതാണ് നമ്മുടെ ഉയർച്ച എപ്പോഴും. അതെ, നമ്മുടെ വീഡിയോസും നമ്മളുടെ ആൾക്കാർ കാണാനായിട്ട് 10 പേരെങ്കിൽ ഒരാളെങ്കിൽ സാറിന് നിന്റെ വീഡിയോക്ക് നാളെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എത്തും. അത് നിങ്ങൾക്കറിയാം, ഇത്രയും 10,000 വീഡിയോ നമ്മൾ ചെയ്തു. നമ്മൾ വ്യൂസിന്റെ പിന്നാലെ നോക്കി പോയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും 10-61 രാജ്യങ്ങൾ ഇതുവരെ കറങ്ങാനും പറ്റില്ല, ഒരിക്കലും പോകാൻ പറ്റില്ല. നമ്മൾ വ്യൂസും സംഭവങ്ങളും വീട്ടിൽ വല്ല ഇറച്ചി കൂട്ടാനും അല്ലെങ്കിൽ മീൻകറി വെച്ചിരുന്ന് ആ ഒരു വ്യൂസ് കൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ വന്നേനെ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൻ്റെയും പാഷനനുസരിച്ച് നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു. ആ യാത്രയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ഗ്രീൻ ബുക്ക്. നമ്മൾ എല്ലാ പ്രാവശ്യം പറഞ്ഞു വെച്ചിട്ട് നമ്മൾ ഗ്രീൻ ബുക്കിനെ തള്ളി മറക്കുന്നത് തന്നെയാണ്. ഈ ഗ്രീൻ ബുക്ക് എന്നുള്ള ഒരു പ്രസ്ഥാനത്തിനെ വളർത്തിക്കൊണ്ടാനായിട്ട് ഇൻസ്പയർ ചെയ്ത് ഒപ്പം നിങ്ങളുടെ സപ്പോർട്ടും. അപ്പോൾ ട്രാവലിസ്റ്റിക്ക് എങ്ങനെ നിങ്ങൾ സപ്പോർട്ട് കൊടുത്തോ അതേപോലെ നമ്മൾ ഈ ഗ്രീൻ ബുക്കിനും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കട്ടയ്ക്ക് നമ്മുടെ കൂടെ ഫുൾ പവർ. അത് മതി. അച്ഛന്മാരെടുത്താൽ പോലെ അച്ഛന്മാര് വരുന്ന സമയമായി കുറച്ചു നേരം തള്ളി മറിച്ചിരിക്കുക. അച്ഛന്മാരെടുത്ത് പോയി എടുക്കാൻ നമ്മൾ എത്തിയില്ല, നമുക്ക് പിടിക്കാം. ഓക്കെ, ആ ഒരു ആൻസറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണല്ലേ. ആദ്യത്തെ മാച്ചിപ്പിച്ചു ഗ്യാങ് ഒരു 3 പേരടങ്ങുന്ന ഗ്യാങ്ങിനെ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് അവരുടെ റിസൾട്ടിന് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. നമ്മുടെ അച്ഛന്മാരുടെ ടീം അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. മാച്ചിപ്പിച്ചു കണ്ട സന്തോഷത്തിൽ വരുന്നുണ്ട്. അപ്പോൾ മുത്തുമണികൾ പോയിട്ട് എന്തായി? ഗ്രീൻ ബുക്കിന്റെ പരിപാടികൾ പോയി നടത്തിട്ട് എല്ലാം നന്നായിരുന്നു. കൺഗ്രാജുലേഷൻ. നമ്മുടെ അച്ഛന്മാരൊന്ന് പരിചയപ്പെടുത്താം. ജോബിച്ചൻ. ഏത് നാട്ടിൽ നിന്ന്, ഏത് വരുന്നു? ചേർത്തല. നിങ്ങൾ 3 പേരും ചേർത്തലക്കാരാണല്ലോ അല്ലേ? കോക്കമംഗലം എന്ന തടവക്കാരാണ് ഞങ്ങള്. ഇപ്പം എക്കഡോർ എന്ന രാജ്യത്ത് വർക്ക് ചെയ്യുന്നു. ഇക്കഡോർ. എന്റെ പേര് സിമ്മി. ഞാൻ കാനഡയിൽ വർക്ക് ചെയ്യാം. കാനഡയിൽ എവിടെയാ? കാനഡ പീറ്റർപറ.
വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? എല്ലാവരും അച്ഛന്മാരാണ്. എന്തായാലും അന്തു ചോദിക്കും, നമ്മുടെ ഗ്രീൻ ബുക്കിന്റെ പരിപാടിനെ പറ്റി ചോദിക്കും. പുറത്ത് വരട്ടെ. നിങ്ങൾ എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളൊക്കെ നിങ്ങളെ ഞങ്ങൾ ആദ്യം ബലിയാടാക്കി. അപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയാം. എല്ലാം നല്ല സൂപ്പർ ആയിരുന്നു, വെൽ ഓർഗനൈസ്ഡ്. മാച്ചിപ്പിച്ചു വന്ന ആ സ്വപ്നം കണ്ടപ്പോ എന്തൊരു തോന്നിയാ? നന്നായിരുന്നു. വളരെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പെറുവിലേക്ക്. പെറു വരാനും മാച്ചുപിച്ചു കാണാനായിട്ടും. ഗ്രീൻ ബുക്കിന്റെ കൂടെ എന്ന് പറയണ്ട അച്ഛാ. ഗ്രീൻ ബുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മളൊരു ടീഷർട്ടൊക്കെ തരും. പ്രാവശ്യം നമുക്ക് ഇത്തിരി സ്പീഡിലായ അടുത്ത പ്രാവശ്യം ഭംഗിയായിട്ട് തരണം. അതെ അതെ അതെ. അങ്ങനെ അച്ഛന്മാരെ റിവ്യൂ കേട്ടപ്പോ ഒരു പ്രത്യേക സന്തോഷം. ആദ്യത്തെ പരിപാടി തന്നെ ഗംഭീരമായ ഒരു പുളകിതുണ്ട് നമുക്ക്. ആദ്യത്തെ പരിപാടി 3 ദിവസത്തേക്ക് നമുക്ക് ബുക്ക് ചെയ്ത് അധികം സമയമില്ലാത്തതുകൊണ്ട് 3 അച്ഛന്മാരും 3 സ്ഥലത്ത് നിന്ന് വന്നു. അപ്പൊ ഒരു 3 ദിവസത്തെ പാക്കേജ് ആയിരുന്നു അവർക്ക്. അപ്പൊ അവര് നാളെ രാവിലെ തിരിച്ചു പോകും. നമ്മൾ ഇന്ന് രാത്രി തിരിച്ചു പോകും അല്ലെ? നമ്മൾ രാത്രി ഫ്ലൈറ്റ് നമ്മൾ ലിമിലേക്ക് തിരിച്ചു പോകും. അവര് നാളെ രാവിലത്തെ. അതെ, അവര് പോകും. അപ്പൊ നമ്മള് 3 ദിവസമായിട്ട് കുസ്കോലുണ്ട്. നമ്മൾ ഇൻട്രോയില് പറഞ്ഞത് തലേദിവസം വന്നു എന്നാണ്. പക്ഷെ ഞങ്ങൾ 3 ദിവസമായിട്ട് ഇതിന്റെ പിന്നാലെ എന്നാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് റൂമിൽ പോയി ബാഗ് എടുത്ത് നമുക്ക് എയർപോർട്ട് ലക്ഷ്യമായി യാത്ര തുടങ്ങാം. ലിമയിലേക്ക് ഇടാ. നമ്മൾ എപ്പോഴത്തെ പോയാലുണ്ടല്ലോ ലിമ ടച്ച് ചെയ്യാൻ പറ്റുമോ? അന്തുകൊണ്ട് തട്ടകത്തിലേക്ക് പോകാൻ പറ്റുമോ? നമ്മുടെ കേന്ദ്രം. അങ്ങനെ അച്ഛന്മാര് വന്നിറങ്ങി കൂടിയിട്ട് ഞങ്ങളുടെ ശ്വാസം നേരെ വീണു കേട്ടോ. ആദ്യത്തെ പാക്കേജ് കാരണം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ട്രിപ്പ് മൊത്തമായിട്ട് അവർ ഫുൾ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 999 പാക്കേജ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരെണ്ണം ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് ഇത് അനൗൺസ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത്. അല്ല എന്തുവാ അവരുടെ നല്ല പോസിറ്റീവായിട്ടുള്ള അവരുടെ മറുപടി കിട്ടി. അതെ അതെ, ഹാപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ശരിക്കും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ശരിക്കും 1-2 മുമ്പ് നമ്മളിത് അനൗൺസ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ലോട്ടും ബുക്ക് ചെയ്തിട്ടാ മാച്ചിപ്പിച്ച് കാണാനായിട്ടും അതുപോലെ ആമസോൺ കാണാനായിട്ടും നിങ്ങൾക്ക് 2 വർഷത്തിനുള്ളിൽ ഒന്ന് ട്രാവൽ ചെയ്താൽ മതി. അതാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ പാക്കേജ് 50 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്തിടാം. നല്ല കിതപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൈ ഓൾട്ടിലൂടെ ആയാലേ നമ്മൾ സ്പീഡിൽ ഇപ്പോൾ നടക്കും വേണം, സംസാരിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ വേറെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു 10 പേരടങ്ങുന്ന ഗ്രൂപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ ഒരു മലയാളി ഗൈഡ് കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അന്തുണ്ടാവും. ഫുൾ പവർ, നമ്മളിവിടെ ഫുൾ പവറായിട്ട് നിൽക്കും. സൗത്ത് ആഫ്രിക്കയിൽ നമുക്ക് ഷൈജോ പോയാണെങ്കിൽ പെരുവിലിങ്ങ് അന്തുണ്ട് നമ്മുടെ കൂടെ ഉള്ളത്. ഈ അന്തു എന്ന് പറയുമ്പോൾ നമ്മളെ എൻ്റെ ഡാഡീനെ ഓർമ്മ വരുന്നത്. ഡാഡീനെ എല്ലാവരും അന്തു എന്നാണ് വിളിക്കട്ടോ. അടിപൊളി. അപ്പോൾ നമ്മൾ കുസ്കോളത്തെ കൾച്ചറൽ ബിൽഡിങ്ങുകൾ കണ്ടുകൊണ്ട് നമ്മുടെ മെയിൻ പ്ലാസയിലേക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. എല്ലാവരും നോക്കട്ടോ എന്തിട്ടൊരു ഓടിയിട്ട് സംസാരിക്കുന്നത്. നമ്മൾ മാക്സിമം നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടി ഹോട്ടൽ സർവീസ് ആയിരുന്നാലും ഫുഡിന്റെ ആയിരുന്നാലും ഗൈഡിന്റെ ആയിരുന്നാലും ഇവിടുത്തെ ഗൈഡ് കൂടാതെ നമ്മളും ഒപ്പത്തിനൊപ്പമുണ്ട് കൂടെ ഉണ്ട്. ഒരു കുറവും വരാതെ 5 പേരിന് മുകളിലുള്ള ടീം 5 പേരിന് മുകളിലുള്ള ഫാമിലിയോ ഫ്രണ്ട്സ് ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കൂടി ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ പറഞ്ഞെന്ന് മാത്രം. നിങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ അതേപോലെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. നിങ്ങൾ സൗത്ത് അമേരിക്കയാണ്, ഡേഞ്ചറാണ്, പറ്റിപ്പാണെന്നൊന്നും ഒരു സംഭവത്തിലും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ കട്ടയ്ക്ക് ആൾക്കാരുണ്ട്. ഇവിടെ അതിനേപോലെ കണക്ഷൻസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു വർഷം നീണ്ട പ്രയത്നത്തിൽ ഒടുവിലാണ് നമ്മളിവിടെ കമ്പനി തുടങ്ങാനും അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമുക്കുള്ള ഗവൺമെൻറ് സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും നമ്മുടെ കമ്പനിക്ക് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് പോരല്ലേ ഫുൾ പവർ. നമ്മുടെ ആളുകളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആൾക്കാർ വരാതിരിക്കില്ല. മാച്ചിപ്പിച്ച് കാണാനായിട്ട് വരാണ്ട് പറ്റുമോ? കുസ്കോന്ന് അങ്ങനെ ലിമയിലേക്ക് യാത്ര തുടങ്ങണം അല്ലേ? നമ്മുടെ ആദ്യത്തെ സംരംഭം അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ ലിമയിൽ തിരിച്ചു പോവുകയാണ്. അതെ, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറാനായിട്ട് പോണ്. ഇവിടെ 320 വിമാനത്തിന് നമ്മൾ യാത്ര കേട്ടാ. സ്കൈ എയർലൈൻസിൻ്റെ വിമാനത്തിന് നമ്മുടെ യാത്ര കേട്ടാ. അങ്ങകലെ കുസ്കോ നഗരം നമ്മൾ നോക്കിച്ചിരിക്കണോട്ടാ. വരും, അധികം നാളില്ലേ കേട്ടാ വരാനായിട്ട്. അത് പോരല്ലേ? അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യും ഇവിടെ. അതെ, ഇന്നത്തെ ഒരു ഗ്രീൻ ബുക്ക് പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തൊരു ട്രാവലിസ്റ്റ വെർഷൻ വീഡിയോ എന്നല്ല എനിക്കറിയാം. ഗ്രീൻ ബുക്ക് പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ട മറന്നാൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ കയറണ്ടാ.